ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് LP UP സ്കൂൾ അസിസ്റ്റൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. സെറ്റ് 7 ആണിത്. അപ്പോൾ സൈക്കോളജി ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ അറ്റൻഡ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: മനഃശാസ്ത്രത്തെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര്? മനഃശാസ്ത്രത്തെ വ്യവഹാരത്തിന്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര്? പിൽസ്ബറി. അടുത്ത ചോദ്യം: സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ലീവ് വൈഗോട്സ്കി. ഏറ്റവും ആധുനികമായ ഒരു പഠനോപകരണം ഏതാണ്? ഉത്തരം സ്മാർട്ട് ബോർഡ്. ഏറ്റവും ആധുനികമായ ഒരു പഠനോപകരണം ഏതാണ്? സ്മാർട്ട് ബോർഡ്. അടുത്ത ചോദ്യം: റൂസോയുടെ വിദ്യാഭ്യാസ ഇതിഹാസത്തിന്റെ പേരെന്താണ്? ഉത്തരം എമിലി. റൂസോയുടെ വിദ്യാഭ്യാസ ഇതിഹാസത്തിന്റെ പേര് എമിലി. അടുത്ത ചോദ്യം: ദേശീയ അധ്യാപക ദിനം എന്നാണ്? സെപ്റ്റംബർ 5. ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മദിനമാണത്. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. കുട്ടികളെ ഒരിക്കലും നിങ്ങളുടെ അറിവിനുള്ളിൽ തളച്ചിടരുത്. എന്തെന്നാൽ അവൻ ജനിച്ചത് മറ്റൊരു കാലത്താണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കുട്ടികളെ ഒരിക്കലും നിങ്ങളുടെ അറിവിനുള്ളിൽ തളച്ചിടരുത്. എന്തെന്നാൽ അവൻ ജനിച്ചത് മറ്റൊരു കാലത്താണ് എന്ന് അഭിപ്രായപ്പെട്ടത് ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം: പെസ്ലോസിയുടെ അഭിപ്രായത്തിൽ വാക്കിന് മുൻപ് വരുന്നത് എന്താണ്? ഉത്തരം വായന. വാക്കിന് മുൻപ് വരുന്നത് വായന. ആരുടെ അഭിപ്രായത്തിൽ? പെസ്ലോസി. അടുത്ത ചോദ്യം: ഭാഷയാണ് ചിന്തയെ നിർണയിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഭാഷയാണ് ചിന്തയെ നിർണയിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് വോർഫ്. അടുത്ത ചോദ്യം: ചിന്തയാണ് ഭാഷയെ നിർണയിക്കപ്പെടുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് പിയാഷെ. ഇപ്പൊ രണ്ടും മാറിപ്പോരുത്. ഭാഷയാണ് ചിന്തയെ നിർണയിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് വോർഫും, ചിന്തയാണ് ഭാഷയെ നിർണയിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് പിയാഷെയും. അടുത്ത ചോദ്യം: ക്ലാസ് മുറിയിലെ ആശയ സംവേദന പ്രക്രിയയുടെ ഫലപ്രാപ്തി നിശ്ചയിക്കുന്ന പ്രധാന ഘടകം എന്താണ്? ഫീഡ്ബാക്ക്. ക്ലാസ് മുറിയിലെ ആശയ സംവേദന പ്രക്രിയയുടെ ഫലപ്രാപ്തി നിശ്ചയിക്കുന്ന പ്രധാന ഘടകം എന്താണ്? ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.